ഇത് നമ്മളെ നോമ്പിന്റെ സ്പെഷ്യൽ ആണ് കേട്ടോ. ഹലോ, അസ്സാം വലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു റമദാൻ വീഡിയോ ആയിട്ടാണ്. ശരിക്കും ഇതൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം തന്നെ നോമ്പ് തുറക്കാൻ നല്ല ഫ്രഷ് മാങ്ങ എടുത്ത് ജ്യൂസ് ഉണ്ടാക്കുക ചെയ്ത്. പിന്നെ ഞാൻ തണ്ണിമത്തനും പൈനാപ്പിളും കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ സ്നാക്സിന് വേണ്ടി എന്തുണ്ടാക്കും, ടൈം ആണെങ്കിൽ കുറവാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും 5 മിനിറ്റ് പരിപാടി കൊണ്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉന്നക്കായാണ് എടുത്തത്. ബ്രെഡ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ. അപ്പോൾ ഉന്നക്കായ്ക്ക് വേണ്ടി ഞാൻ 3 മുട്ട കേട്ടോ എടുത്തത്. പിന്നെ ഒരു പിടി തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഏലക്കായ് പൊടിച്ചിട്ടെടുത്തു. പിന്നെ എന്നിട്ട് ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ചിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത്, എന്നിട്ട് ചൂടായ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ട മിക്സ് ചെയ്തതും തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ മെയിൻ സാധനം റെഡി ആയിട്ടോ. അപ്പം നമുക്ക് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രെഡിൻ്റെ 4 വശവും കട്ട് ചെയ്തുകൊണ്ട് അതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം. ഒരു പ്ലേറ്റിൽ ലേശം വെള്ളം എടുത്തിട്ട് ഒരു ബ്രെഡ് എടുത്ത് ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ 2 കൈൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ ആ വെള്ളം മൊത്തം പോകും. ആ വെള്ളം പോയതിന് ശേഷം നേരത്തെ ഉണ്ടാക്കിയ മുട്ട മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാൻ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് പൊടി ഉണ്ടല്ലോ, ആ പൊടിയിലൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് വെക്കുക. അങ്ങനെ ഓരോന്നും ഇതേപോലെ ചെയ്തിട്ട് ചൂടുള്ള എണ്ണയിൽ പൊരിച്ചെടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശേഷം നമ്മുടെ നെയ്സ്പത്തിരി നല്ല തേങ്ങ വറുത്തരച്ച് വെച്ച ബീഫ് കറി ഉണ്ടാക്കി. അങ്ങനെ നോമ്പ് തുറന്റെ സമയമായി. അപ്പോൾ മക്കള് ഫുഡൊക്കെ ടേബിൾ സെറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ബാങ്ക് വിളിച്ചപ്പോൾ നമ്മളെല്ലാവരും നോമ്പ് തുറന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.